ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ സംസ്ഥാന വ്യാപകമായി ഇന്നും പ്രതിഷേധം തുടരും. എല്ലാ ജില്ലകളിലും യൂത്ത് കോൺഗ്രസ് ഇന്ന് പ്രതിഷേധം നടത്തും. തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്കാണ് മാർച്ച്. പത്തനംതിട്ടയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വീട്ടിലേക്കും MLA ഓഫീസിലേക്കും പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. പ്രതിഷേധം മുന്നിൽ കണ്ട് മന്ത്രിയുടെ ഓഫീസിനും വീടിനും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രതീക്ഷ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം വ്യാപകമായ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. ആരോഗ്യമന്ത്രിക്ക് കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നു. ഇന്നത്തെ ദിവസം ഏത് തരത്തിലാണ് ഈ സംഘടനകൾ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്? ഏത് തരത്തിലാണ് സുരക്ഷ ക്രമീകരിച്ചിരിക്കുന്നത്? ക്രിസ്റ്റീന, ആരോഗ്യവകുപ്പിനെതിരെ തുടർച്ചയായി ഉയരുന്ന പരാതികളിൽ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം ഇന്നും തുടരുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അനാസ്ഥയിൽ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഇതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി ഉണ്ടായത്. അത് തുടരും. മന്ത്രിയുടെ രാജി വയ്ക്കും വരെ പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം. ഇന്ന് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചുണ്ട്. തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറമെ സംസ്ഥാന വ്യാപകമായി വിവിധ ജില്ലകളിലും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. ഈ മന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് ഇതിനോടകം തന്നെ വലിയ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ നടത്തിയ മാർച്ചിൽ ഒന്നിലധികം പ്രതിപക്ഷ സംഘടനകൾ ഇന്നലെ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കും മന്ത്രിയുടെ ഓഫീസിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. വലിയ സംഘർഷത്തിൽ പോവുകയും ചെയ്തിരുന്നു. ഇത് മുന്നിൽ കണ്ടാണ് ഈ കൂടുതൽ സുരക്ഷ ഉൾപ്പെടെ മന്ത്രിയുടെ വീടിനും ഒപ്പം മന്ത്രിയുടെ ഓഫീസ് പരിസരത്തും ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും വലിയ വിമർശനങ്ങൾ മന്ത്രിക്കെതിരെ ഇവർ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഈ നേരത്തെ ഡോക്ടർ ഹാരിസ് ഹസന്റെ തുറന്നു പറച്ചിലുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പ് പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിന് തുടർച്ചയായാണ് കോട്ടയത്തും ഒരു അനാസ്ഥയെ തുടർന്ന് ഒരു ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായത്. ഈ ഘട്ടത്തിലാണ് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ളത്. ഇക്കാര്യം ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണ് സംസ്ഥാന വ്യാപകമായി നടത്താൻ പ്രതിപക്ഷ സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ പ്രതിപക്ഷം വലിയ പ്രതിഷേധം ആരോഗ്യ വകുപ്പിനെതിരെ അഴിച്ചുവിടുമ്പോഴും പക്ഷേ ഈ CPM ആരോഗ്യമന്ത്രിയെ സംരക്ഷിക്കുകയാണ്. ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി ആരോഗ്യമന്ത്രി രാജിവെക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം വിവിധ വകുപ്പ് മന്ത്രിമാരും ആരോഗ്യമന്ത്രിയെ സംരക്ഷിച്ചുകൊണ്ട് പരസ്യമായും സാമൂഹിക മാധ്യമ പോസ്റ്റ് വഴിയും രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ആരോഗ്യമന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞ് ഒന്നുമില്ല എന്ന നിലപാടാണ് പ്രതിപക്ഷത്തിനുള്ളത്. ആ പ്രതിഷേധമാണ് ഇന്നും തുടരുക. ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങൾ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് എന്ന വിമർശനം CPIM-ഉം സർക്കാരും ഒക്കെ ഉയർത്തുന്നുണ്ട്. ഇന്നലെ കണ്ടതിന് സമാനമായ രീതിയിലുള്ള വലിയ പ്രതിഷേധങ്ങൾക്കാണ് സാധ്യത.